Welcome to Complementary Electronics Semester 2 BSc Main Physics. Today we see from chapter 17 DC power supplies the portion FW rectifier bridge, full wave rectifier bridge type or bridge rectifier. അപ്പോൾ ഇത് കോംപ്ലിമെൻ്ററി ഇലക്ട്രോൺസിൻ്റെ ടോപ്പിക്ക് സെമിസ്റ്റർ 2 ആണ്. ഇതിനകത്തുള്ള പോർഷൻ FW റെക്ടിഫയർ ബ്രിഡ്ജ് ടൈപ്പ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ FW റെക്ടിഫയർ സെൻറ്റർ ടാപ്പ് പഠിച്ചിരുന്നു. ഇത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ക്ലാസ് നമ്പർ 822 ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ എന്താണ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് ആദ്യം മനസ്സിലാക്കുക. വാട്ട് ഈസ് എ ബ്രിഡ്ജ് റെക്ടിഫയർ? യു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ. ദ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ മുഴുവൻ പേര് അങ്ങനെയാണ്. The bridge rectifier contains 4 diodes D1, D2, D3 and D4 to form a bridge as shown in the figure. The AC supply to be rectified is applied to the diagonally opposite ends of the bridge. A bridge rectifier നാത്തുള്ളത് 4 ഡയോഡാണ്. D1, D2, D3, D4, D3, D4 നിങ്ങൾ 4 എണ്ണം. അത് ഒരു ബ്രിഡ്ജ് ഫോമിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് എൻഡിലേക്ക് പിടിപ്പിക്കും. ഒരു ബ്രിഡ്ജ് ഫോമിൽ 4 ഗ്യാപ്പിലായിട്ട് പിടിപ്പിക്കും. ഇതാണ് എൻ്റെ സർക്യൂട്ട് നമുക്ക് മനസ്സിലാകും. ചതുരത്തിൽ കാണുന്നതാണ് ബ്രിഡ്ജ്. അതിൻ്റെ ഭാഗങ്ങളായിട്ട് 4 ഡയോഡ് D1, D2, D3, D4 എന്നിങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എ എന്നുള്ള അറ്റം എർത്ത് ചെയ്യും, ബി എന്നുള്ള അറ്റത്തിൽ ഒരു ലോഡ് 6 കൊടുക്കും, എന്നുള്ളത് ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ മീനിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എല്ലാ ഗ്രൗണ്ടുകളും ഇൻ്റർ കണക്റ്റഡ് ആണ് ഒരു ചിത്രത്തിൽ എന്ന് ഓർക്കുക. അപ്പോൾ പ്രൈമറി നമ്മൾ ഡയോഡ്സിൻ്റെ 2 അറ്റങ്ങൾ കൊടുക്കും. അതൊരു ട്രാൻസ്ഫോർമർ വെച്ചിട്ടാണ്. ഈ ട്രാൻസ്ഫോർമർ സെൻട്രൽ ടാപ്പിലൊന്നുമല്ല, സാധാരണ ട്രാൻസ്ഫോർമറാണ്. പ്രൈമറി സെക്കൻഡറി. ഇപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് നേരിട്ട് കൊടുക്കുകയാണ്. സെൻട്രൽ ടാപ്പാണെങ്കിൽ പകുതി വോൾട്ടേജ് കിട്ടുകയുള്ളൂ. ഇവിടെ മുഴുവൻ വോൾട്ടേജും ആ ട്രാൻസ്ഫോർമർ സെക്കൻഡറിയിലെ മുഴുവൻ വോൾട്ടേജും നമുക്ക് ഇവിടെ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും ഓരോ സൈക്കിളിലും. ഇപ്പോൾ ലോഡ് 6, ഇപ്പോൾ എ ബി എന്നുള്ള 2 അറ്റങ്ങളിലാണ് ആ ലോഡ് പിടിപ്പിച്ചിരിക്കുന്നത്. എ സി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെക്ടിഫയർ ഔട്ട്പുട്ട് റെക്ടിഫയർ ഔട്ട്പുട്ട് വോൾട്ടേജ് VDC അത് ആ ലോഡിൽ കിട്ടും. ഇവിടെ വേവ് ഫോം ഇതാണ്. ഈ റെക്ടിഫയർ ഇൻപുട്ട് വേവ് ഫോമാണ് ആദ്യ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അതൊരു സൈൻ വേവ് AC ആണ്. പിന്നെ ഔട്ട്പുട്ടാണ് രണ്ടാമത് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 2 ഡയോഡ് ഒരുമിച്ചാണ് ഒരു സൈക്കിൾ വർക്ക് ചെയ്യുന്നത്. D1, D3 ഒരു സൈക്കിൾ വർക്ക് ചെയ്യുമ്പോൾ അടുത്ത സൈക്കിൾ D2, D4 വർക്ക് ചെയ്തിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ വേവ് ഫോം, ഒരു പൾസേറ്റിംഗ് DC, എല്ലാ സൈക്കിളും ഉൾപ്പെടുന്ന ഒരു പൾസേറ്റിംഗ് DC അവസാനം കിട്ടുന്നത്. സോ യു സീ ദ സർക്യൂട്ട് ഡയഗ്രാം, നീറ്റ്ലി ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് വി ക്യാൻ സീ ദ ഡീറ്റെയിൽസ്. സോ the diodes are connected to the opposite ends of the bridge through the transformer. Between the other 2 ends of the bridge, load resistance RL is connected. അത് പടത്തിൻ്റെ എക്സ്പ്ലനേഷൻ ആണത്. ഇതിൻ്റെ ഓപ്പറേഷൻ നോക്കാം നമുക്ക്. വാട്ട് ഈസ് ഓപ്പറേഷൻ? നമ്മൾ ഈ പടം 2ആയിട്ടൊന്ന് ഭാഗിക്കുകയാണ്. അതായത് ആദ്യം ഡയോഡ് D1 D3 കണ്ടക്ട് ചെയ്യുന്ന രീതി വരക്കും. പിന്നീട് ഡയോഡ് D2 D4 കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ വരക്കും. ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് D1 D3 ആണ് കണ്ടക്ട് ചെയ്യുക. അതാണ് ക്ലോസ് ആയിട്ട് വരുന്നത്. മറ്റേ 2 ഓപ്പണായി പോകും. റിവേഴ്സ് സൈക്കിളിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന പ്രത്യേകത മൂലം D2 D4 എന്നുള്ളത് ഓപ്പണാകും. ഇവ രണ്ടും D1 D3 ക്ലോസ്ഡ് ആകും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് വേവ് ഫോം. അതുപോലെ സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ രണ്ടാമത്തെ പടം കാണിക്കുന്നതാണ്. അവിടെ D2 D4 കണക്ട് ചെയ്യും. D1 D3 അത് ഓപ്പൺ സർക്യൂട്ടിൽ വരും. ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി വോൾട്ടേജ് AC voltage, the end P ആ പി എന്നുള്ളത് നമ്മൾ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറിയിലാണ്. ട്രാൻസ്ഫോർമർ സെക്കൻഡറി വോൾട്ടേജാണ് റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. During the positive half cycle of the AC
AC voltage. AC input voltage. The NDP of the secondary windings becomes positive and NDQ negative. This makes diodes D1 and D3 forward biased and D2 and D4 reverse biased. Therefore, only diodes D1 and D3 conduct. Then the two diodes will be in series through the load RL. The conventional current flow is shown by the arrow. ആരോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പടത്തിൽ ആരോയിൽ ഒരു ആരോ ഇട്ടിട്ടുണ്ട്, ലോഡിൻ്റെ അവിടെ ഒരു ആരോ ഇട്ടിട്ടുണ്ട്. ബൈ ദി ആരോ it may be seen that the current flows from A to B. എയിൽ നിന്ന് എ ഗ്രൗണ്ടാണ്, അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഉള്ള ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത്. It may be seen that the current flows from A to B through the load RL. During negative half cycle of the secondary voltage, the NDP becomes negative and NDQ positive. This makes the diodes D2 and D4 forward biased, whereas D1 and D3 reverse biased. Therefore, only D2 and D4 conduct. These two diodes will be in series through the load RL. L suffix എഴുതണം. Through the load RL, the current is from A to B. That is the same direction for both the half cycles. Therefore, a DC output voltage is obtained across the load RL. L suffix. അപ്പോൾ രണ്ട് ഹാഫ് സൈക്കിളിലും ആ ലോഡിനകത്തുകൂടി RL-നകത്തുകൂടി കറണ്ട് ഒഴുകുന്നത് ഒരേ ഡയറക്ഷനിൽ ആയിരിക്കും. ഇവിടെയും പഴയതുപോലെ നമുക്ക് എഫിഷ്യൻസി പഠിക്കണം. ഡെറിവേഷൻ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ അതേ ഡെറിവേഷൻ തന്നെയാണ്, സെൻറ്റർ ടാപ്പിൻ്റെ അതേ ഡെറിവേഷനാണ്. അതുകൊണ്ട് ഡെറിവേഷൻ ഇവിടെ കൊടുക്കുന്നില്ല, അത്യാവശ്യം പോയിൻ്റാണ് പറയുന്നത്. ഡെറിവേഷൻ ഫുൾ വേവ് സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ നോക്കി പഠിക്കണം. ദ ഡെറിവേഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ എക്സെപ്റ്റ് a small change, that is in the place of small RF we have to put a 2 RF because at a time 2 diodes are conducting, so we have to replace RF by 2 RF and there is no other change. Expression for efficiency, derivation of eta is 0.812 by 1 plus 2 RF by RL. You remember the equation here is 0.812 by 1 plus 2 RF by RL, not RF alone, 2 RF by RL. Read the FW rectifier center tap derivation, replace RF by 2 RF, RF by 2 RF, RF by 2 RF here. ഇനി ഈ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന് ചില അഡ്വാൻറ്റേജ് ഉണ്ട്, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. The need for center tap transformer is eliminated. ഇവിടെ ഫുൾ വേവ് റെക്ടിഫയർ പോലെ, അപ്പോൾ സാധാരണ ഫുൾ വേവ് റെക്ടിഫയർ ആണ് നമ്മുടെ റിക്വയർമെൻറ്റ്. മിക്കവാറും കേസിൽ ഹാഫ് വേവ് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഹാഫ് വേവ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുമെങ്കിലും ഹാഫ് വേവ് റെക്ടിഫയർ പൊതുവേ ഒരു പവർ പാക്കായിട്ട് പവർ സോഴ്സായിട്ട് സ്വീകരിക്കാറില്ല. ഫുൾ വേവ് റെക്ടിഫയറാണ് സ്വീകരിക്കുന്നത്. അത് സെൻറ്റർ ടാപ്പ് സ്വീകരിക്കാം, ബ്രിഡ്ജ് സ്വീകരിക്കാം. ഇപ്പോൾ ബ്രിഡ്ജ് സ്വീകരിച്ചാൽ ചില അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് നോക്കുക. The need for center tap transformer is eliminated. സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോർമർ ആവശ്യമില്ലാതെ വരും, അത് ഒഴിവാക്കാം നമുക്ക്. കാരണം ഈ സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോർമർ കൃത്യമായിട്ട് കിട്ടാൻ പ്രയാസമാണ്. കാരണം ഈ സെൻറ്റർ ടാപ്പ് എപ്പോഴും നടുക്ക് തന്നെ ആയിരിക്കണമെന്നില്ല. ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് മൂലം സെൻറ്റർ ടാപ്പ് സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ടിന് പ്രശ്നമുണ്ടാകും. Number 2, the output is twice that of the center tapped circuit for the same secondary voltage. Number 3, the PIV, the peak inverse voltage is 1/2 of the center tap circuit. Center tap circuitനേക്കാൾ peak inverse voltage ഹാഫ് ആയിരിക്കും. ഇനി അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഈ ഡീമറിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുക. നമ്പർ 1, ഇറ്റ് റിക്വയേഴ്സ് 4 ഡയോഡ്സ്. 4 ഡയോഡ് വേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് ചിലപ്പോൾ കൂടും.
സെൻട്രൽ ടാപ്പിനാണെങ്കിൽ 2 ഡയോഡ് മതി. ഇവിടെ 4 ഡയോഡ് വരുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്പർ 2, ദ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് of the rectifying unit will be twice as 2 diodes are in series for each half cycle. ഓരോ ഹാഫ് സൈക്കിളിലും 2 ഡയോഡ് കണ്ടക്ഷനിൽ വരുന്നതുകൊണ്ട് അവയുടെ റെസിസ്റ്റൻസ് വരുന്നത് കൊണ്ട് ഈ ടോട്ടൽ റെസിസ്റ്റൻസ് കൂടാം. നമ്പർ 3, അത് രണ്ടെണ്ണേ ഉള്ളൂ. 2 ഡിസഡ്വാൻറ്റേജ് അതിന് പഠിച്ചാൽ മതി. ഇനി അതിൻ്റെ എസ് എ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇതും ചോദിക്കും. ഇപ്പോൾ 3 ഞാൻ പറഞ്ഞത് ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, സെൻട്രൽ ടാപ്പ്, ഫുൾ വേവ് റെക്ടിഫയർ, ബ്രിഡ്ജ്. അപ്പോൾ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയർ ചോദിച്ചാൽ അതിൻ്റെ തിയറി ആയിട്ട് സെൻട്രൽ ടാപ്പിൻ്റെ തിയറി എഴുതിയാൽ മതി. അവിടെ RF കിടക്കുന്ന സ്ഥലത്ത്, RF കാണുന്ന സ്ഥലത്ത് നമ്മൾ 2RF കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിലൊരു എസ് എ ക്വസ്റ്റൻ ആണ്, ഡിസ്ക്രൈബ് എ bridge type rectifier with a neat diagram and explain its action. Mention its advantages or merits and demerits. Mention its merits over other types of rectifiers. മറ്റ് റെക്ടിഫയേഴ്സിൽ നിന്ന് ഇതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ അഡ്വാൻറ്റേജ് ചെയ്യാൻ മതി. ഡിസഡ്വാൻറ്റേജ് അഡീഷണലായിട്ട് ചേർക്കാം. അത് രണ്ടെണ്ണമേ ഉള്ളൂ. So that is all with your 22th lecture. We continue our class. Thank you very much.